അച്ഛൻ ആ കാലഘട്ടത്തില് ഓടിയിരുന്ന് നന്നായിട്ട് തീക്ഷ്ണതയോടെ സുവിശേഷം അതെ പ്രസംഗിക്കുന്നു. പെട്ടെന്ന് അച്ഛന് വീൽ ചെയറിലാകുന്നു. ആയി ആ ഒരു സമയത്ത് മനസ്സ് തളർന്നോ അച്ഛന്? കാരണം കർത്താവിന് വേണ്ടി ഇല്ല. ഞാൻ ഓടി നടക്കുവാണ്. എന്നെ കർത്താവ് ഇങ്ങനെയാക്കി അങ്ങനെ നിരാശ എന്തെങ്കിലും മനസ്സിൽ വന്നു? അത് ജോർജി ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഈ സംഭവത്തിന് ഒരു കൊല്ലം മുമ്പേ കർത്താവ് എനിക്കൊരു സ്വപ്നം തന്നു. ആ സ്വപ്നത്തിൽ ഞാൻ വീൽ ചെയറിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. അതെന്താണെന്നറിയത്തില്ല. ഞാൻ വീൽ ചെയറിലാണെന്നും എൻ്റെ കൂടെയുള്ള ഗാബി എന്ന് പറഞ്ഞ ആ പെറൂവിയൻ സ്ത്രീ എന്നെ തള്ളിക്കൊണ്ടു പോകുന്ന ഒരു വിഷൻ ഞാൻ കണ്ടു. അന്ന് പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ അവളോട് പറഞ്ഞു, ഗാബി, ഞാൻ തളരാൻ പോവാണ്. സ്റ്റുപ്പിഡ്, പറയരുത് അങ്ങനെ. ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, അത് പിശാച് കാണിച്ചായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്തില്ല, അതിനെപ്പറ്റി വിശ്വസിച്ചുമില്ല. പിശാചിൻ്റെ ആയിട്ട് അങ്ങ് തള്ളിക്കളഞ്ഞു. ഇതുണ്ടായപ്പോൾ എനിക്കൊരു സർപ്രൈസും ഇല്ലായിരുന്നു. ഞാൻ തളർന്നപ്പോൾ അതെന്നെ കണ്ടവർക്കറിയാം, ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരുന്നു ICU കിടന്നതും എല്ലാം. കാരണം കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച പൗലോസിൻ്റെ സഹനങ്ങളെപ്പറ്റി ഞാൻ എണ്ണി വായിച്ച് ധ്യാനിക്കുന്ന ആളാണ്. തിരസ്കരിക്കപ്പെട്ടതും ഒറ്റപ്പെടുത്തപ്പെട്ടതും അടിക്കപ്പെട്ടതുമെല്ലാം. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നത് ഈ ക്രൂശിതനെയാണ്. ഇത് എൻ്റെ സന്തത സഹചാരി, എൻ്റെ കഴുത്തിലുണ്ട്, കയ്യിലുണ്ട്, തലണക്കീഴെയുണ്ട്. അതെ, ഈ ഈശോ ആണ് എപ്പോഴും ഞാൻ കാണുന്നത്. അതായത് ക്രൂശിതനായ ഈശോ. അത് ഞാൻ പറയട്ടെ, നമ്മൾ ബൈബിളിൽ പഠിച്ചതിനേക്കാൾ ആഴമായിട്ട് ഈശോ ആ വേദന എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചില വേദനകളെപ്പറ്റി ഇന്ന് പലരും അജ്ഞരാണ്. ഉദാഹരണമായിട്ട് ലൈംഗികമായി ഈശോ പീഡിപ്പിച്ചത് ഒരു സുവിശേഷത്തിലുമില്ല, അല്ലെങ്കിൽ ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട് എപ്രകാരം പീഡനങ്ങൾ സഹിച്ചു. അതുപോലെ മീശ പറിച്ചു എന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അത് കൂടുതലായിട്ട് മീശ കത്തിക്ക് വരെ ചെയ്തു. തീ കാഞ്ഞുകൊണ്ടിരുന്ന ആ പട്ടാളക്കാർ. ഇങ്ങനെയുള്ള പല സഹനങ്ങൾ ഈശോ എനിക്ക് ഓരോ ദിവസവും എന്നപോലെ വ്യക്തമാക്കും. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ആ ഈശോയുടെ സഹനം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെയും നിൻ്റെയും ലോകത്തിൻ്റെയും പാപം. ഒരിക്കൽ ഞാൻ കണ്ട കാഴ്ച, ആ ഈശോയെ കയറിൽ കെട്ടിയിരിക്കുകയാണ്. ആ തോളെ കുരിശുണ്ട്. ആ പട്ടാളക്കാരടിക്കുന്നു. ആരെയും മുഖം ഞാൻ കാണുന്നില്ല. ഭയങ്കരം. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് ഈശോ ഈശോ എന്ന് പറയുന്നു. അപ്പോൾ പിന്നിൽ കാണുന്നത് ഒരു പാപത്തിൻ്റെ ലിസ്റ്റാണ്. ഇന്ന് എപ്രകാരം 10 പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നു. അതിൻ്റെ അടിയിൽ ചുമന്ന അക്ഷരത്തിൽ ഞാൻ കാണുന്നത് വൈദികരുടെ പാപം, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാപം. ഞാനും ഒരു വൈദികനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. അപ്പോൾ ഇത് ഓരോന്നും കാണിച്ചു തരുന്നു. അത് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ന് വൈദികരുടെ പാപങ്ങൾ എന്ത് എന്ന്. അനുസരണക്കേടുണ്ട്, തമ്മിൽ തല്ലുണ്ട്, സ്നേഹമില്ലാതെ ബലിയർപ്പണം. ഇതൊക്കെ ഇങ്ങനെ കാണുന്നു. ഞാൻ കാണുന്ന ഒന്ന് എന്നെ ഏറെ വേദനിപ്പിച്ചത്, ധാരാളം വൈദികർ ബലി അർപ്പിക്കുന്നു. ആ ബലി വസ്തു മുകളിലോട്ട് പിതാവിനടുക്കെ പോയിട്ടില്ല. എല്ലാം കിടക്കുന്നത് ഇതിൻ്റെ അടിയിലാണ്, അൽത്താരയുടെ അടിയിൽ. അപ്പോൾ എന്നോട് മലാഹ പറഞ്ഞത് എന്താണെന്നറിയാമോ? കാരണം പിണക്കം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത്. നീ ബലി അർപ്പിക്കുമ്പോൾ പോയി രമ്യപ്പെട്ട് ബലി അർപ്പിക്കൂ. ആ വചനം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് സ്നേഹമില്ലാതെ അർപ്പിക്കുന്ന ബലികളൊന്നും പിതാവിൻ്റെ പക്കൽ പോവില്ല. ഇതൊക്കെ എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. കാരണം ഒരു ദിവസം 5 ലക്ഷത്തോളം ബലികൾ അർപ്പിക്കപ്പെടുന്നു കത്തോലിക്ക സഭയിൽ. ഇതിലെത്ര എണ്ണം ഈ 5 ലക്ഷം കുർബാനയ്ക്ക് അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഈ കേരളത്തിൽ വരുമ്പോൾ കാണുന്നത് ഇത്രയും ബലി അർപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമോ സ്ഥലമോ കാണില്ല. ആ അനുഗ്രഹം നമ്മുടെ ചുറ്റുമുണ്ടോ? ഇല്ല മോനെ. അത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. അതിന് കാരണം നമ്മുടെ ബലികൾ ഒരു പക്ഷേ കർത്താവ് സ്വീകരിക്കുന്നില്ല. സ്നേഹത്തിലുള്ള ബലിയർപ്പണങ്ങൾ എവിടെയുണ്ട്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, വിമർശിക്കുകയല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളവനാണ്. എങ്കിലും ഞാൻ പറയുന്നു, ബലി സ്നേഹബലിയാണ്. ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹം നമ്മൾ കുരിശിൽ കാണുന്നു. പാപികൾക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന വലിയ സ്നേഹം പൗലോസ് പറയുന്നുണ്ടല്ലോ റോമാക്കാർക്ക് ലേഖനം 5:8. എങ്കിൽ അതാണ് ഓരോ ദിവസത്തെയും ബലി. എന്നാൽ ഞാൻ ജോർജി ഒരു അച്ഛനാണ്. ജോർജിയെ ഏതെങ്കിലും തരത്തിൽ അകറ്റി നിർത്തിക്കൊണ്ട് ബലി അർപ്പിച്ചാൽ എൻ്റെ ബലി കർത്താവ് സ്വീകരിക്കില്ല. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഈ വേദന ഇന്ന് ഞാൻ പേറുകയാണ്, ഒത്തിരി വേദന. അപ്പോൾ വൈദികരെ പറ്റിയുള്ളത് കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടുകൊണ്ട്, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. ഞാൻ സ്ത്രീകളെ ദുരുപയോഗിച്ചു, കുട്ടികളെ ദുരുപയോഗിച്ചു. കർത്താവ്, ഞാൻ വൈരാഗ്യം വെച്ചുകൊണ്ട് കുർബാന ചൊല്ലി എൻ്റെ ഈശോ ഈ പാപമല്ല ഞാൻ സ്വയം ഏറ്റെടുത്തു. എന്നിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ എന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലെ ഡോക്ടറും മക്കളും എല്ലാം ഓടി വരുന്നു. എൻ്റെ കൈകാലുകളിലെ മുറിവുകളും തോളിലെ മുറിവും കാണുന്നതും. പിറ്റേ ദിവസം മുതൽ എനിക്ക് തോൾ അനക്കാൻ മേലാഞ്ഞു.
ഉടനെ എൻ്റെ സുപ്പീരിയർ ജനറൽ എന്നെ ഓപ്പറേഷൻ വേണ്ടി കൊണ്ടുപോയി. കാരണം എൻ്റെ നാലാമത്തെ ഈ എല്ല് ചതഞ്ഞു പോയി, നാലാമത്തെ അഞ്ചാമത്തെ ഞെരുങ്ങിപ്പോയി. അപ്പോഴാണ് ഡോക്ടർ തന്നെ പറയുകയാണ്, യേശുവിൻ്റെ നട്ടൽ ഒടിഞ്ഞു എന്ന് ആരും പറയില്ല, എന്നെ ഞെരുങ്ങിയിടത്തും പറഞ്ഞിട്ടുമില്ല, ഇത് ഇപ്പം സ്പഷ്ടമാണ് എന്ന്. കാരണം എൻ്റെ തോളിലെ മുറിവ് അദ്ദേഹം കണ്ടു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഡോക്ടർ വിശദീകരിച്ചു. അപ്പോൾ പറഞ്ഞു, ആ കുരിശിൻ്റെ ഭാരമാണ് അത്. ഇനി ഞാൻ ഓർക്കും, പ്രിയ മോനെ, അൽമേനികളുടെ പാപത്തേക്കാൾ ഈശോ ഇന്ന് വേദനിക്കുന്നത് എൻ്റെ പാപം ഓർത്താണ്, ഞങ്ങളുടെ പാപം ഓർത്താണ്, സമർപ്പിതരുടെ പാപം ഓർത്താണ്. ഈ സമർപ്പിതരെ എപ്രകാരം ഒന്നിച്ചു കൂട്ടി ഒന്നാക്കാം. അടുത്ത നാളിൽ പരിശുദ്ധാത്മ പലപ്പോഴും എനിക്ക് ചിന്തകൾ തരുന്നു. പക്ഷേ ഞാൻ പ്രായമായി, ഞാൻ ബലഹീനനാണ്, രോഗിയുമാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ എനിക്ക് യാതൊരു സ്റ്റാൻഡുമില്ല. എല്ലാ വൈദികരും ഒന്നിച്ചൊന്ന് കൂട്ടി ഈ റീത്തിന് അതീതമായിട്ട്, ഈ സങ്കുചിത മനസ്സിലേക്ക് അതീതമായി ഒരു സഭയാക്കി മാറ്റുക. ഇത് പരിശുദ്ധാത്മാവിനൊത്തി തോന്നിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് രാഷ്ട്രീയമല്ല, നമുക്ക് BJPയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സോ ഒന്നും അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഒന്നായി നിന്നാൽ നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കത്തോലിക്കരും ഒന്നാവുക, അകത്തോലിക്കരും, അതായത് ക്രിസ്ത്യാനി എന്ന് പറയുന്നവരെല്ലാവരും ഈശോയുടെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ ഒന്നായി തീരുക. റീത്തുക്ക് അവിടെ കിടക്കട്ടെ, അതവർ ചെയ്തോട്ട്, അല്ലെങ്കിൽ മർത്തോമ അല്ലെങ്കിൽ യാക്കോബായ അതൊക്കെ അനുഷ്ഠിച്ചോട്ടെ, അതിന് നമുക്ക് പ്രശ്നമല്ല. ഏകരക്ഷകന്റെ കീഴിൽ, ഏക പതാകയുടെ കീഴിൽ, സ്നേഹത്തിൻ്റെ പതാകയിൽ നമ്മളിവിടെ കേരളത്തിൽ ശക്തരായിരുന്നാൽ ഒരു പൊളിറ്റീഷ്യനും ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ശത്രുവിന് മനസ്സിലായി നമ്മൾ ഡിവൈഡഡ് ആണ്. അതുകൊണ്ട് നമ്മളെ തുരത്താനും നശിപ്പിക്കാനും എല്ലാവരും ശ്രമിക്കുന്നത്. ആരും നമ്മളെ വളർത്തുന്നില്ല, നമ്മുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളവിടെ നിൽക്കുന്നില്ല, ഒരു പാർട്ടി നിൽക്കുകയില്ല ഭാവിയിൽ. കാരണം നമ്മൾ തകർന്നടിഞ്ഞു, ഡിവൈഡഡായി. ഇപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നെഞ്ചുരുകി എൻ്റെ യോജി പ്രാർത്ഥിക്കൽ ഞാൻ പലപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസവും ഷെക്കീനയുടെ ഡയറക്ടർ സന്തോഷ് ബ്രദറിനോട് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി. പുള്ളി പറഞ്ഞു, അച്ചോ നിൻ്റെ മനസ്സിലും വരുന്നുണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞൊരു വൈദികരുടെ ഒരു മൂവ്മെൻറ്റ്, അതായത് അതുപോലെ മേലധികാരികളുടെ ഒരു മൂവ്മെൻറ്റ്, ബിഷപ്പ്മാരും എല്ലാം കൂടി, അതായത് അത് റീത്തൊന്നും ചിന്തിക്കേണ്ട, കുർബാനയെപ്പറ്റിയോ അല്ലെങ്കിൽ നടപടിയോ ഒന്നും ചിന്തിക്കേണ്ട, പിന്നെ ഈശോയിൽ ഒന്നാകുന്ന ഒരു ഗ്രൂപ്പാകും. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന ആ സംജ്ഞയ്ക്ക് അഭിമാനം കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങുക. അപ്പോൾ പറഞ്ഞു, നല്ലതാണ് അച്ഛാ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് എൻ്റെ വേദന കൊണ്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈ ജൂബിലി വർഷത്തിൽ ഇനി എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വൈദികർ നേതൃത്വം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ ഒന്നാക്കണം, ക്രൈസ്തവരെ ഒന്നാക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ആളുകൾക്ക് പ്രശ്നമല്ല ഇതൊന്നും, ആളുകൾ അതിന് തയ്യാറാണ്. പക്ഷെ നേതൃത്വം കൊടുക്കുന്നവർ ഈ വിഭാഗിക ചിന്ത മാറ്റണം. കണിശമായിട്ടും എല്ലാ വിഭാഗീയ ചിന്തകളും സാത്താൻ്റെതാണ്, ഈശോയുടെ അല്ല. ഈശോയുടെ പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. പരിശുദ്ധാത്മാവുടെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ റോമ 5:5 പറയുന്നത്. അപ്പൊ തന്നെ അച്ഛൻ നേരത്തെ പങ്കുവച്ചൊരു കാര്യമുണ്ട്, അച്ഛനെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായ റോമിലേക്ക് വരെ ലെറ്റർ പോകുന്ന ഒരു സിറ്റുവേഷൻ. പ്രത്യേകിച്ച് ആ ഒരു സാഹചര്യത്തിൽ പലരും ഒരു വിമത മനോഭാവത്തിലേക്ക്, ഒരു അധികാര കേന്ദ്രങ്ങളോട് അല്ലെങ്കിൽ സഭാധികാരികളോട് ഒരു മറുതലപ്പിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അച്ഛൻ്റെ ഒരു 50 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലേക്കൊന്നും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു പുരോഹിതൻ പാലിക്കേണ്ട, പ്രത്യേകിച്ച് അധികാരികളോട് പാലിക്കേണ്ട ഒരു അനുസരണം, വിധേയത്വം, അതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി അച്ഛനൊന്നു. കണിശമായിട്ടും സഭ ഉപേക്ഷിക്കേണ്ട നിമിഷങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. MSF സഭ ഉപേക്ഷിക്കാനുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ കേരളത്തിലെ ആദ്യത്തെ കരിസ്മാറ്റിക് സെൻ്ററാണ് ഈ കാരിസ് ഭവൻ. ഇത് വിദേശപണം കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല. ഞാൻ തെണ്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഓരോ ധ്യാനം കഴിഞ്ഞ് കൂടെ നിനക്ക് നൽകപ്പെടുന്നൊരു പാട്ടും ഉണ്ടാക്കി ആളുകളുടെ പിരിച്ച് ഏറെ വേദനിച്ചുണ്ടാക്കിയ ഒരു ഭവനമാണ്. 10,000 ഇവിടെ കടന്നു വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കിഡ്നാപ്പ് അനുഭവം, എന്നെ പിടിച്ചുകൊണ്ട് പോയ സംഭവം. അതേപ്പറ്റി തന്നെ പലതരത്തിൽ എന്നെപ്പറ്റി കിംവദന്തികൾ, വെറും നുണയാണ്, പച്ച നുണയാണ് എന്നെല്ലാം പറഞ്ഞു വരുത്തി എനിക്കിവിടെ നിൽക്കാൻ മേലാത്ത ഒരു സന്ദർഭം ഉണ്ടായി. എൻ്റെ അധികാരികൾ ഇവിടുത്തെ ബിഷപ്പ് കോൺഫറൻസ് പറഞ്ഞു, മഞ്ഞാക്കളച്ചൻ്റെ ഒരു വിവാദ പുരുഷനാണ്, ഇനി ഇവിടെ നിർത്താൻ പാടില്ല. അങ്ങനെ ഇവിടുന്ന് എന്നെ പറിച്ചു മാറ്റുന്നു. ഏറെ വേദന എനിക്കുണ്ടായി. എൻ്റെ അധികാരികൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലോ. 1 വർഷക്കാലം എന്നോട് പറഞ്ഞത് പ്രസംഗിക്കാൻ പാടില്ല. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ഒരു ഹൗസിൽ എന്നെ താമസിപ്പിച്ചു. ഒരിടത്തും ഒരു പ്രയർ മീറ്റിങ്ങിന് പോകാൻ അനുവദിച്ചില്ല. ഞാൻ അനുസരിച്ചു. അപ്പം ഞാൻ അനുസരണയെ പറ്റി കാണുന്നത്, ഞാൻ അനുസരിക്കാതെ പ്രസംഗിച്ച് ലോകം മുഴുവൻ നടന്നാലും ഒരു മനുഷ്യനും കർത്താവിലേക്ക് വരില്ല. കാരണം ഈശോയെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അടിമുടി അനുസരണയാണ്. പിതാവിനെ അനുസരിച്ചുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു.
കുരിശിൻ്റെ വരെ ആ അനുസരണം പൗലോസപ്പോസ്തലൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, കുരിശുമരണത്തോളം കീഴ്വഴങ്ങി. അപ്പം ഞാൻ വൈദികൻ എന്ന് പറഞ്ഞാൽ വേറൊരു ക്രിസ്തുവാണ്. അപ്പോൾ ആ ഈശോയുടെ അനുസരണ ഞാൻ അനുധാവനം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വൈദികനല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ജോർജി എനിക്ക് പരീക്ഷ ഉണ്ടായി, എൻ്റെ തിരുസഭ വിട്ടുപോകാൻ. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പോഴെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ എനിക്ക് കിട്ടുന്ന ഉത്തരം, യു ആർ എ പ്രീസ്റ്റ് ഫോർ എവർ. നീ നിത്യമായ പുരോഹിതൻ, നിനക്ക് പോകാൻ പറ്റില്ല. ഇതിങ്ങനെ കേൾക്കുന്നു. അപ്പോൾ എനിക്ക് 2 പരീക്ഷകൾ 2 മെത്രാന്മാരിൽ നിന്നാണ് വന്നത്. ഒന്ന് ആനാത്തിൽ പിതാവ് ഇൻഡോറിൽ, ഞാൻ അവിടെ പോയി ധ്യാനിപ്പിച്ചിട്ടുണ്ട് അച്ഛന്മാർക്കും കന്യാസികൾക്കും. അതിലെല്ലാം പിതാവും കൂടി. പിതാവിൻ്റെ വീട് ഇവിടെ കാരിശഭവൻ അടുത്താണ്. ഇവിടെ വരുമ്പം അവധിക്ക് വരുമ്പം ഇവിടെയാണ് കുർബാന എൻ്റെ കൂടെ ചെല്ലുന്നത്. അപ്പം അദ്ദേഹം മേടിച്ചുകൊണ്ട് പോയി. അദ്ദേഹം പറഞ്ഞ, അച്ഛാ സഭയിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കാൻ ഇങ്ങോട്ട് പോരെ, ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് തരാം. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴെല്ലാം ഞാൻ കാണുന്ന വാക്ക്, ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ്. നിന്നെ എവിടെ നട്ടോ അവിടെ നീ പുഷ്പിക്കണം. അത് ഫ്രാൻസിസ് സാലസിൻ്റെ വാക്കാണ്. ഈ വാക്കിലൂടെ ആ കർത്താവിനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പിതാവേ, പിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി, ഞാൻ ഇവിടെ നിൽക്കുകയുള്ളൂ, പോയില്ല. അങ്ങനെയാണ് കാർഡിനൽ പിമൻതോ ബോംബെയിൽ എന്നെ വിളിക്കുന്നു. കാരണം ബോംബെയിൽ ഒത്തിരി ധ്യാനങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ നിന്ന് നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല എങ്കിൽ, കാരണം അച്ഛൻ ഒരിക്കലും സത്യത്തിനെതിരായി പ്രസംഗിച്ചിട്ടില്ല, വിശ്വാസത്തിനെതിരായി പ്രസംഗിച്ചിട്ടില്ല, ധാർമ്മികതയ്ക്കെതിരായി പെരുമാറിയിട്ടുമില്ല. അതുകൊണ്ട് അച്ഛാ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു, ബോംബെക്ക് വരൂ, അച്ഛനെ എനിക്ക് വേണം. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞത് ഫ്രാൻസിസ് സാലസിൻ്റെ വാക്കിലാണ്, നിന്നെ എവിടെ നട്ടോ അവിടെ നീ പുഷ്പിക്കണം. ഞാൻ പറഞ്ഞു, പിതാവേ ഇല്ല. ഇതെല്ലാം ഉണ്ടായപ്പോഴും ഇല്ല, എൻ്റെ അധികാരികൾ ഒരിക്കലും പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയില്ല. അതാണ് എൻ്റെ വൈദിക ജീവിതം. അതുകൊണ്ട് ഞാൻ ആ ഒരു കൊല്ലക്കാലം എന്നും കരഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ബെഡിൽ പോയത്. എൻ്റെ തലയണ നനയുമായിരുന്നു. കാരണം എൻ്റെ പ്രസംഗിക്കാൻ വേണ്ട എന്ന് പറയുന്നത് എനിക്ക് വേദനയാണ്. ആരെങ്കിലും ആ വേദന ഞാൻ സമർപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, അതെ, എൻ്റെ അധികാരികൾ പറയുകയാണ് നോ എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ വാക്കാണ്, ഞാൻ അനുസരിക്കണം. അതുകൊണ്ട് ഇന്നും അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ പോകുമ്പോഴാണെങ്കിലും ഞാൻ ചോദിച്ചേ പോവുള്ളൂ, അനുവാദം കിട്ടിയാലേ പോവുള്ളൂ. ഇത്തവണയും പ്രൊവിൻഷ്യൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആകാവുന്നിടത്തോളം കാലം അതെ പോയി പ്രസംഗിക്കാം, അച്ഛൻ പോക്കോ എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം പറയാനില്ല, അച്ഛന് രോഗമായി, പ്രായമായി, അച്ഛൻ കാരിശഭവൻ നിന്നാൽ മതി, ഞാൻ അനുസരിക്കും, പോയില്ല. അച്ഛൻ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, അച്ഛൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ കലർപ്പില്ലാത്ത രീതിയിൽ അച്ഛൻ സുവിശേഷം പ്രസംഗിക്കും. അത് മുഖം നോക്കാതെ ചില വിവാദ വിഷയങ്ങളിൽ പോലും അത് സുവിശേഷത്തിൽ എന്താണോ പറയുന്നത് അതിന് അണുവിട മാറത്തില്ല. അത് ചിലരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില വേദികളിൽ വന്ന് ഇങ്ങനെ പറയാ, അതൊന്നുമില്ല. സുവിശേഷത്തിൽ എന്താണോ പറയുന്നത്, കർത്താവിന്റെ ഹിതം എന്താണോ പറയുന്നത്, ആ ഒരു കാര്യം ജനത്തെ ധൈര്യപൂർവ്വം ജനത്തെ അറിയിക്കുന്ന ഒരു മനോഭാവം, ആ ഒരു ധൈര്യം എങ്ങനെ കിട്ടിയത്? അതെനിക്ക് കിട്ടിയ ഈശോയിൽ നിന്നും പൗലോസ്ലീഹായിൽ നിന്നാണ്. ഈശോ അൺകോംപ്രമൈസിങ് ആയിരുന്നു. അത് ഹെറോഡേഴ്സ് അന്വേഷിക്കുന്നു പറഞ്ഞ കുറുക്കനോട് പോയി പറ, ഞാൻ ഇവിടെ പ്രസംഗിക്കും 3-ാം ദിവസം ഞാൻ ജെറുസലേമിൽ പോകും, സഹിക്കും, മരിക്കും, ഉയർത്തൽ നിൽക്കും. അതായിരുന്നു ധൈര്യം. അപ്പോൾ അവിടെ കലപ്പ്, ദൈവമേ അവൻ അന്വേഷിക്കുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അവനെ ഒന്ന് പ്രസാദിപ്പിക്കാം. വചനപ്രഘോഷണം എൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യനെ പ്രീണിപ്പിക്കാൻ അല്ല, ദൈവത്തെ പ്രീണിപ്പിക്കുവാനാണ്. ഞാൻ വചനം പ്രഘോഷിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്താനുമാണ്. ഇനിയും ആളുകൾക്ക് മാനസാന്തരം കൊടുക്കുന്നു, രോഗശാന്തി കൊടുക്കുന്ന ആരാ? പുള്ളിക്കാരൻ. ഞാൻ ആരാ? കഴുത. പലപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നതാണ് ആ കർത്താവ് കഴുതപ്പുറത്ത് ദേവാലയത്തിലേക്ക് പോകുന്നത്, യെരൂശലേം ദേവാലയത്തിലേക്ക്. ഞാനും ആ കഴുതയാണ്. ഞാൻ മനുഷ്യനാകുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക്, ദേവാലയത്തിലേക്ക് കയറുകയാണ്. കർത്താവാണ് കയറുന്നത്, ഞാനല്ല, കഴുതപ്പുറത്ത്. അപ്പോൾ എനിക്ക് പാപം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിലപ്പം അഹങ്കരിച്ചിട്ടുണ്ട്. ദൈവമേ ഇവർക്ക് രോഗശാന്തി കിട്ടുമ്പോൾ കൈയടിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയാണല്ലോ. അതൊക്കെ എൻ്റെ പാപങ്ങൾ. അതിൽ പ്രസംഗിക്കുമ്പോൾ ഇത്രയും മാനസാന്തരം ഉണ്ടായാലും എൻ്റെ പ്രസംഗത്തിന് മിടുക്കുക, അതൊക്കെ എൻ്റെ അഹങ്കാരം. ഞാൻ ഈ ദിവസങ്ങൾ ധ്യാനിക്കുമായിരുന്നു. ഞാനൊന്നുമല്ല ജോർജ്, 0 ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒന്നും ചെയ്തില്ല, ഒന്നും പ്രസംഗിച്ചില്ല. പ്രത്യേകിച്ച് ഈ 10 കൊല്ലം ഈ വീൽ ചെയറിലായിരിക്കുമ്പോൾ എല്ലാം ചെയ്യുന്ന യേശുവാണ്. അദ്ദേഹം ചെയ്യുന്നു, മഹത്വം പ്രാപിക്കുന്നു, ആളുകളെ അടുപ്പിക്കുന്നു. ഞാൻ അതിനിടയ്ക്ക് ചിലപ്പോൾ ഈശോയുടെ മഹത്വം എടുത്തത് എൻ്റെ പാപമാണ്. അതാണ് ഞാൻ കുമ്പസാരിക്കുന്നത്. അല്ലാതെ കണ്ട് ഞാനൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒഴുക്കിനെതിരെ നീന്തുക എൻ്റെ സ്വഭാവമാണ്, ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പോകുന്നതാണ് ഇപ്പോൾ ജോർജ് ചോദിച്ച ആ ചോദ്യവും. അതായത് ഈ പ്രശ്നവും പ്രതിസന്ധി, ഇപ്പോൾ റോമിലെ പ്രതിസന്ധി ആണെങ്കിൽ എൻ്റെ സുപ്പീരിയർ ജനറൽ അവിടെ ചെന്നപ്പോഴാണ് അതെ മാപ്പാപ്പ സഹകരം ചോദിച്ചത് എന്താണെന്നറിയാമോ, ദൈവം ആ വീൽ ചെയറിൽ ഇരിക്കുന്ന അച്ഛനെ പറ്റിയായിരുന്നു ഈ കത്ത്, ഞങ്ങൾ അന്വേഷിച്ചില്ല എന്ന്.
അവരെല്ലാവർക്കും അറിയാം എന്നെ വീൽ ചെയർ പിതാവും പപ്പ പലതവണ എൻ്റെ മുറിവുകളും അവരുടെ വീൽ ചെയറും എല്ലാം കണ്ട് അത് അച്ഛനെ പോലെ സഹിക്കുന്ന ആരും ഇല്ലാന്നും. കഴിഞ്ഞ തവണ ഫ്രാൻസിസ് പാപ്പനെ അച്ഛനെ നേരിട്ട് അല്ലേ അതെ കാണാനുള്ള അതെ, അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ ഷെക്കിനായിൽ. അത്രയും അറിയുന്നതാണ്. പക്ഷെ അവർ എഴുത്ത് കിട്ടി റിയാക്ട് ചെയ്തു. അതുകൊണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഓർക്കണം, അവിടുത്തെ ഒരു കർദിനാൾ ക്ഷമ പറഞ്ഞുകൊണ്ട് എനിക്ക് എഴുതി, അച്ഛനെ അറിയാതെയാണ് ഞങ്ങൾ, എന്നിട്ട് തിരിച്ച് നിഷോ വഴി എല്ലാവരെയും അറിയിച്ചു അച്ഛൻ നല്ല അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് തിന്മയെ നന്മയാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ആ വാക്ക്, ശക്തനായിട്ട് ചുറ്റി സഞ്ചരിച്ചു, ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം, ഒരു തരത്തിലും ഭയപ്പെടേണ്ടതുമില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ രഹസ്യവും. അച്ഛാ, നമ്മുടെ ഈ അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ 2 ചോദ്യം കൂടി. ഒന്ന്, കേരള സഭ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബാഹ്യമായ രീതിയിലുള്ള വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്റേണലായിട്ടും വലിയ രീതിയിലുള്ള ഒത്തിരി വെല്ലുവിളികൾ. കുറെ കൂടി ഒരു പരിത്യാഗത്തിന്റെ, ഒരു ത്യാഗത്തിന്റെ, പ്രാർത്ഥനയുടെ രൂപയിലേക്ക് കേരള സഭ കടന്നു വരേണ്ടതല്ല? ഈ പ്രതിസന്ധികൾക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം എന്താണ് അച്ഛൻ്റെ ഒരു വീക്ഷണത്തിന്? ഇവിടെ ഞാൻ ഈ അൺകോംപ്രമൈസിങ് വേർഡിനെ പറ്റി പറഞ്ഞല്ലോ, വിട്ടുവീഴ്ചയില്ലാത്ത, ഞാനത് പറയുകയാണെങ്കിൽ, അതായത് ഈശോയെ ഞാൻ പ്രസാദിപ്പിക്കാൻ ഈശോയുടെ വാക്ക് കലർപ്പില്ലാതെ പറയും. അത് പൗലോസ്ലീഹ അങ്ങനെയായിരുന്നു, ഈശോ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ് പലതരത്തിലും. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ സീറോ മലബാർ സഭയിൽ ജനിച്ചു വളർന്നു, എൻ്റെ രക്തം അതാണ്. ഞാൻ MSFS ലാറ്റിനാണ്. മലങ്കരയിൽ പോകുമ്പം അവിടുത്തെ കുർബാനയിലും, കാരണം അതിനുള്ള അനുവാദവും എനിക്കുണ്ട്, 3 റീത്തിലും കുർബാന ഞാൻ ചൊല്ലും. ഞാൻ 3 റീത്തിനെയും സ്നേഹിക്കുന്നവനും ആണ്. എന്നാലും എന്നെ തെറ്റിദ്ധരിക്കുകയാണ്, ഞാൻ ലത്തീൻകാരനാണ്, സീറോ മലബാറിന് എതിരാണെന്നൊക്കെ എന്നെ മുദ്ര കുത്തു നിൽക്കുന്നുണ്ട്. ഇന്നും എനിക്കൊരു പ്രശ്നമില്ല. എന്നാലും ഞാൻ വളച്ചൊടിക്കാതെ കർത്താവിൻ്റെ വചനം പറയും. ഇന്നത്തെ സാഹചര്യത്തിൽ ആരോ ചോദിച്ച ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ട്, ഈ ധ്യാനഗുരുക്കന്മാരില്ല ഒരു ഉത്തരം കൊടുക്കാത്തത്, ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാത്തത്. അതിനൊരു കാരണം, ഏതെങ്കിലും ധ്യാനഗുരുക്കൻ ഒരു രീതിപ്പെട്ടവനാണ്, അവൻ പറഞ്ഞാൽ അവനെ മറ്റൊരു സ്വീകരിക്കില്ല. അങ്ങനെയായിപ്പോയി നമ്മൾ. ഇവിടെ ഞാൻ ആദ്യകാലം മുതൽ, സെമിനാരി കാലം മുതൽ പറയുന്നതും, ജോർജി ജനിച്ചിട്ടില്ല, അതായത് വത്തിക്കാൻ സിനോഡോസ് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ഓൾ ഇന്ത്യ സെമിനാർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ എല്ലാ റീത്തിലെയും മെത്രാന്മാരും അച്ഛന്മാരും കൂടി തീരുമാനമെടുത്താണ് ഒരു ഇന്ത്യൻ റീത്തിൽ ഒരു കുർബാന ഉണ്ടാകണം. ഇങ്ങേയറ്റം മാർ ഗ്രിഗോറിയസ്, അതായത് മലങ്കര റീത്തിലെ അദ്ദേഹം പോലും സമ്മതിച്ചാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ആരോ പറഞ്ഞു, നമ്മൾ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായത്. അത് ഞാനിപ്പോഴും പറയും, ദൈവത്തിൻ്റെതായിരുന്നുവെന്ന്. നമ്മൾ ഒന്നാകണം എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെതാണ്. ഇനിയും ഇതേപ്പറ്റി നമ്മുടെ ബിഷപ്പ്മാർ ഇന്ന് കുർബാനയൊക്കെ സംബന്ധിച്ച റീത്തോ അല്ലെ പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുന്നുള്ള റീച്വൽസ് അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, പിന്നെയോ ഈശോയ്ക്കാണ്. ഇപ്പോൾ പറ്റി എന്താണെന്ന് ചോദിച്ചാൽ, വടിയുണ്ട്, ആനയില്ല, ഈശോ ഇല്ല, കുർബാനയുണ്ട്, സഭയുണ്ടെന്ന്. എത്ര യുവാക്കളാണെന്നറിയോ ഈ നാടുകളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തിപ്പോയത്? അതായത് ഞങ്ങൾ വൈദികരുടെ പെരുമാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഈ സമയത്ത് വൈദിക പരസ്യമായിട്ട് ഒന്നിച്ചുകൂടി, ഞാൻ പറയുന്നത് റീത്ത് ഭേദമന്യേ ഒരു ഓൾ കേരള ബിഷപ്സ് കോൺഫറൻസ് വിളിച്ചുകൂട്ടി പരസ്യമായ ജനങ്ങളോട് ക്ഷമ ചോദിക്കണം. ഈ നാളുകളിൽ സംഭവിച്ചതിനെല്ലാം, അതായത് റീത്ത് തമ്മിലുള്ള മത്സരങ്ങൾ, അത് റീത്തിനകത്തെ അടിപിടി, ഇതിനെല്ലാം ക്ഷമ മനുഷ്യരോട് ചോദിച്ച് അവിടെ രമ്യത നേടിയിട്ട് ഒന്നായിട്ട് പോകാനായിട്ട് ഒരു തീരുമാനമാണ്. അല്ലാതെ കുർബാനയെ തൊടാതെ ഇരിക്കുക. ഇനിയെങ്കിലും ഈ കുർബാന പ്രശ്നം അങ്ങ് ഒന്ന് നിശബ്ദമാവുക, വാശികൾ വിടുക. ഞാൻ പറഞ്ഞില്ലേ, കുർബാന എങ്ങനെ അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കുർബാന അർപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്, അല്ലേ? ഒരാൾ ഫേസ് ചെയ്യുന്ന കുർബാനയോ അങ്ങോട്ട് ചെയ്യുന്ന കുർബാനയോ അത് ഈ പാട്ട് പാടുന്ന കുർബാനയോ അതിനല്ല പ്രാധാന്യം. അതല്ല റൈറ്റോ റീച്വലോ പാട്ടോ പ്രസംഗമോ അല്ല. ബലി, ജീവിക്കുന്നവനായ ഈശോ കടന്നു വരുന്നു. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. എന്നെ സംബന്ധിച്ചോളം അത് പറയുമ്പോൾ എന്നെ തരിക്കും. എൻ്റെ വിശുദ്ധ കുർബാനയുടെ പ്രസംഗങ്ങൾ ഞാൻ പലപ്പോഴും ഷെക്കിനായി പ്രഖ്യാപനം ചെയ്തിട്ടുള്ളതാണ്. ഈശോ നമ്മുടെ കൂടെ എമ്മാനുവലായിട്ട് നടക്കുന്നത് വിശുദ്ധ ബലിയിലൂടെ. അത് മനുഷ്യന് കൊടുക്കണം, അതിന് കൊടുക്കുന്നില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് ഒന്നായി നിൽക്കാനുള്ള അതിലേക്ക് വരണം. അത് ഒന്നിച്ച് സഹോദര തുല്യം ആഹാരമൊക്കെ കഴിച്ച് സംസാരിച്ച് നമുക്കൊന്ന്. ഇപ്പം തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു നമുക്കറിയാം. വിഴിഞ്ഞം പ്രശ്നം വന്നു, ബൈബിൾ കത്തിച്ച പ്രശ്നം വന്നു, ഇപ്പോൾ കുടിയിറക്ക് പ്രശ്നം വരുന്നു, ഇതെല്ലാം വരുന്നു.
ഇതെല്ലാം നമുക്ക് അപാടിക്കുന്നത്. അതെ, നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒന്നായിട്ട് നിൽക്കട്ടെ ആദ്യം. എന്തിനാണ് നമ്മുടെ കൂടെ മറ്റുള്ളവർ വരുന്നത്? BJP കമ്മ്യൂണിസ്റ്റോ ഒന്നും വേണ്ട, നമുക്കൊന്നായിട്ട് നിൽക്കാം. ഇത് ഒരു ആഴമായിട്ട് ഇതിനു വേണ്ടി ആദ്യമേ വേണ്ടത് പ്രാർത്ഥന. ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ വൈദിക ജീവിതത്തിലെ എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ ഞാൻ ഏറെ പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ പരിത്യാഗങ്ങൾ സമർപ്പിക്കും. കുദാശയിലെ ആ ശക്തി, പ്രത്യേകിച്ച് ജ്ഞാനസ്ഥാനത്തിലെ ആ കൃപ, ജ്ഞാനസ്ഥാനത്തിൻ്റെ കൃപ അറിയാമല്ലോ, ആ ദൈവരാജ്യത്തിലായിരിക്കാനുള്ള കൃപ, ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് കേരളത്തിലെ ഓരോ വൈദികനും ഇത് മനസ്സിലാക്കണം. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുക. എനിക്ക് 1-2 പത്രോസ് 1:10 തോന്നുന്നു. അതെ, ഈ ഉറപ്പിക്കൽ നടത്തുക. എന്തിനാണ് ഞാൻ വൈദികനായത്? അതായത് യേശു രക്തം കൊടുത്ത് വാങ്ങിയ സഭയെ പരിപാലിക്കാൻ. അതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജനങ്ങളെ ഒരിക്കലും യേശുവിൽ നിന്ന് അകറ്റാൻ അനുവദിക്കരുത്. ഈ ചിന്ത ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. ഞാൻ യൂറോപ്പിൽ പോകുമ്പോൾ എൻ്റെ ചിന്ത അതാണ്. ദൈവം ഇവരെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങൾ എല്ലാം പോയി, വിശ്വാസമില്ല, എങ്ങനെ ഇവരെ കൊണ്ടുവരാം? ഞാൻ ധ്യാനം സംഘടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പരിത്യാഗം ചെയ്യും. ഏതെങ്കിലും തരത്തിൽ 4 പേരെയും കൊണ്ടുവന്ന് കർത്താവിന് ദാഹം തീർക്കുക. കേരളത്തിൽ വരുമ്പോഴത്തെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാൻ പറയാം, യൂറോപ്പ് എത്താൻ സങ്കടം എനിക്ക് സങ്കടം കേരളത്തിൽ വരുമ്പോഴാണ്. ഇവിടുത്തെ ഓരോ വാർത്തകളും, ഓരോ വീഡിയോയും, ടെലിവിഷൻ ന്യൂസും, ഒരച്ഛനെതിരായി മറ്റൊരച്ഛൻ പറയുന്നു, അല്ലെ എന്തുകൊണ്ട് ആ പള്ളി അടച്ചു, അല്ലെ കാത്തിരിൽ അടച്ചു, ഇങ്ങനത്തുള്ള പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്ന നമ്മുടെ അകത്തെ രഹസ്യങ്ങൾ പുറത്തു വിടുക. നമുക്കെല്ലാം കുടുംബ രഹസ്യങ്ങളുണ്ടല്ലോ. കുടുംബത്തിലെ രഹസ്യങ്ങൾ സാധാരണ പബ്ലിക്കായിട്ട് നമ്മൾ പറയില്ല, ഇല്ലേ? ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലെ എല്ലാം വിജാതിയർ പോലും കേട്ട് നമ്മളെ പറ്റിയുള്ള ആ അഭിമാനം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ, കത്തോലിക്ക പ്രത്യേകിച്ച്, തല ഉയർത്തി കേരളത്തിൽ നടന്നിരുന്ന, ഇന്ന് കൊച്ചു പിള്ളേർക്ക് അറിയത്തില്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ട്. എനിക്കറിയാം. ഹിന്ദുക്കൾ പോലും എന്ത് ബഹുമാനാർത്ഥം. ഇന്നും നല്ലതായി ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്, സത്യമാണ്. അപ്പോൾ നമുക്ക് ഈ മാന്യം ഏറ്റെടുക്കുക, നമുക്ക് തിരിച്ചു കൊണ്ടുവരും നമ്മുടെ മാന്യത, നമ്മുടെ ഐഡന്റിറ്റി. നമ്മൾ ആരാണ്? ക്രിസ്ത്യാനി ആരാണ്? ഒരു വൈദികൻ ആരാണ്? നമ്മൾ ഇന്ന് ഒരു ഐഡന്റിറ്റി ക്രൈസിസും ഐഡന്റിറ്റിയിൽ ജീവിക്കാതിരിക്കുകയാണ്. യേശുവിൽ ജീവിക്കുന്നവർ ആവുക. ഇതിനു വേണ്ടി നമ്മുടെ വേദപാഠ ക്ലാസ്സുകളും മറ്റൊക്കെ വേണ്ടത്. അല്ലാതെ ഈ ഒത്തിരി വീഡിയോ ഇറക്കൽ കൊണ്ടോ അല്ലെ ടെലിവിഷനിൽ കൂടെ പറഞ്ഞൊരു കാര്യമില്ല. ഇത് കൊച്ചു കുട്ടികളെ മുതൽ പഠിപ്പിക്കണം. കൊച്ചു കുട്ടികളെ മുതൽ പഠിപ്പിക്കേണ്ടത് ഈ കുർബാനയുടെ എങ്ങനെയാണ് മുന്നോട്ട്, അതൊന്നും അല്ല പഠിപ്പിക്കേണ്ടത്. കൂടുതലും ഈശോ കേന്ദ്രീകൃതമായി, ഏകരക്ഷകനിൽ കേന്ദ്രീകൃതമായ. ഈ നമ്മുടെ പിള്ളേരെ ഒരു പക്ഷേ ലത്തീൻ എന്ന് പറഞ്ഞാൽ, ലത്തീനാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികം, സീറോ മലബാർ, അങ്ങനെ ഇതൊക്കെ പറയാൻ അറിയാം. എന്നാൽ യേശു മാത്രം ഏകരക്ഷകൻ എന്ന് പറയുന്ന കുട്ടികൾ കുറവായിരിക്കും. നമ്മളത് കൊടുത്തിട്ടില്ല, അവരുടെ അബോധ മനസ്സിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല. ഇതിനുള്ള പ്രോഗ്രാം നമുക്കുണ്ടാകണം, പല പല പ്രോഗ്രാമുകൾ. ഒരു പള്ളിയിലെ വേദപാഠമായിരിക്കാം, സ്കൂളിലെ ആയിരിക്കാം, വീട്ടിലായാലും മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ട ഇതൊക്കെയാണ്. ഇതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലാണ്. നമ്മൾ ഛിന്ന ഭിന്നമായി കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പോൾ വിദേശത്ത് പോയി അവർ തിരിച്ചു വരാൻ പോകുന്നില്ല. നമ്മുടെ 40-50 വയസ്സായ ആണുങ്ങൾ കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും കല്യാണം കഴിക്കാൻ നിൽക്കുന്നു. പിന്നെ കല്യാണം കഴിച്ചവർക്ക് മക്കളില്ല. ഇങ്ങനെയെല്ലാമുള്ള ഇതെല്ലാം പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഉള്ളവരെയെങ്കിലും നമുക്ക് ചൂടോടെ പിടിച്ചു നിർത്തിക്കൊണ്ട് റീത്ത് ഏതായാലും കുർബാന ഏതായാലും കുർബാനയെ സംബന്ധിച്ച് യേശു കേന്ദ്രീകൃതമായി ജീവിക്കണം എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാകണം നമ്മുടെ സഭാപിതാക്കന്മാർക്കും അച്ഛന്മാർക്കും. അതുണ്ടായാൽ പിന്നെ എല്ലാവർക്കും ഉണ്ടായിക്കോളും. ഇതാണ് എൻ്റെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന. ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകിച്ച് ഇതുണ്ടാകണമേ എന്ന് എൻ്റെ പ്രാർത്ഥന. ഒരു വിഷയം, ഞാൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കാം അത് സഫലീകരിക്കുന്നത് കാണുന്നത്. കാരണം ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ് 18-ാം തീയതി. ഞാൻ 78 വയസ്സാകുന്നു. അതുകൊണ്ട് എത്ര നാളിങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ ഞാൻ കാണും എന്നെനിക്ക് ബോധ്യമുണ്ട്. ഈശോ സഭയെ കൈവിടില്ല. ഈശോയുടെ സഭ ഇത് മത്താൻ്റെയോ മാർപ്പാപ്പയുടെയോ അല്ല. ഈശോ പറഞ്ഞു നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല. അക്കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. ഇപ്പോഴൊരു പിശാചിൻ്റെ കാലമാണ്, അത് പറയാതിരിക്കത്തില്ല. അതായത് പത്രോസ് കൊണ്ട് പറഞ്ഞ പോലെ അത് കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് പറഞ്ഞില്ല ഇതിനെ കൊഴിക്കാനായിട്ട് പിശാച് നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ കേരള സഭയെ കൊഴിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഒരു നല്ല ആത്മീയതയുള്ള ധ്യാനഗുരുക്കന്മാരോ ആരെങ്കിലും മുന്നോട്ട് വരിക. കല്ലെറിയപ്പെടും. എനിക്കതിന് പ്രായമായതുകൊണ്ടാണ് കല്ലെറിയപ്പെടുക. തയ്യാറ് പോകണം. കുറേ അച്ഛന്മാർ മുന്നോട്ട് വരണം. മത്രാന്മാരും അതിന് സപ്പോർട്ട് കൊടുക്കണം. അവിടെ ചിന്തിക്കണം, ആളുകൾ മരിക്കുന്നു, ആളുകൾ നഷ്ടമാകുന്നു. ആളുകളെ അതായത് ഈശോ രക്തത്താൽ നേടിയെടുത്ത അജഗണത്തോടുള്ള സ്നേഹവും ഉണ്ടാകണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊരു ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്.
അതെ. അവസാനമായിട്ട് അച്ഛാ, ഇപ്പം പൗരോഹിത്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ബർത്ത്ഡേ വരുന്നു. 78-ാം വയസ്സിലേക്ക് അച്ഛൻ പ്രവേശിക്കുന്നു. ഏഹ് ഈ 50 വർഷത്തെ ഒരു പൗരോഹിത്യ ജീവിതത്തില് എത്രമാത്രം സംതൃപ്തിയാണ് അച്ഛൻ അനുഭവിക്കുന്നത്? ഒപ്പം തന്നെ ഇനി വിശ്രമിക്കാൻ അച്ഛൻ മനസ്സിൽ പ്ലാനുണ്ടോ, ആഗ്രഹമുണ്ടോ ഒരു വിശ്രമ ഇല്ല. ജീവിതത്തിലേക്ക്? ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരിക്കലും വിശ്രമിച്ചിട്ടില്ല. അവധി എടുത്ത് വീട്ടിൽ പോകുന്ന പരിപാടി എനിക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. നമുക്ക് അന്വേഷിക്കാൻ പറ്റും. മരിച്ചടക്കും, കുടുംബത്തുണ്ട് പോയി മരിച്ചടക്കും, വല്ല കല്യാണമുണ്ട് കെട്ടിച്ചു വരും. അല്ലാതെ ഞാൻ സെമിനറിലായിരുന്ന കാലത്തോ ഇവിടെ ആയിരുന്ന കാലത്തോ അവധിയില്ല. യൂറോപ്പിലുമില്ല. നിങ്ങൾക്ക് എൻ്റെ ധ്യാന പരിപാടി കാണാം. എല്ലാ ആഴ്ചയിലും ഞാൻ ധ്യാനത്തിന് പോവുകയാണ്. അപ്പോൾ അതുപോലെ യൂറോപ്പിലേക്കോ അവിടേക്കാണെങ്കിൽ ഒരു മാസം അച്ഛന്മാർ അവധിക്ക് പോകും. അങ്ങനെയുള്ള അവധികളൊന്നും ഞാൻ എടുത്തിട്ടില്ല. വീക്കെൻഡോ ഒന്നുമില്ല. ഇന്നും അതെ, എനിക്ക് റിട്ടയർഡ് ആയിട്ട് ജീവിക്കാം എനിക്ക് എൻ്റെ ഒറ്റ മനസ്സിലുള്ളത് അവസാനത്തെ ശ്വാസം വരെ കർത്താവിൻ്റെ വചനം എനിക്ക് പ്രഘോഷിക്കണം. എൻ്റെ ഈശോയെ എന്നെ വിളിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. കർത്താവ് സാധിച്ചു തരട്ടെ. ഞാൻ അതെ, എനിക്ക് വിശ്രമം എന്നതിനെ പറ്റി ഒരിക്കലും ഞാൻ എല്ലാവരും പറയും, എന്നോട് ഒത്തിരി പേര് പറയുന്നുണ്ട്, എൻ്റെ സഭയിൽപ്പെട്ടവരും, അച്ഛാ ഇനിയും വിശ്രമിക്കുക, കരിശുവാൻ നല്ല മുറിയൊക്കെ ഉണ്ടല്ലോ, സൗകര്യങ്ങളും ഉണ്ടല്ലോ, ആളുകൾ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, പ്രസംഗിക്കാൻ പോകണ്ട അച്ഛാ എന്ന് എന്നോടുള്ള അനുകമ്പ കൊണ്ടാകട്ടെ, സ്നേഹം കൊണ്ടാണ്. അതെ, പലരും എന്നെ ഷെക്കീനാരെ പലരും എന്നോട് പറയാറുണ്ട്, അച്ഛാ എത്ര അലയണ്ട എന്നോട് പറയുന്നത് സ്നേഹിക്കുന്നത്. കാരണം ഷെക്കീന ടെലിവിഷൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെ, അതൊക്കെ ശരിയാണ്. നിങ്ങളെല്ലാം എന്നെ എൻ്റെ ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. എൻ്റെ ആത്മാവ് അതെ ആഗ്രഹിക്കുന്നില്ല അതെ ഇപ്രകാരം ഒരു റിട്ടയർഡ് ലൈഫ്. കാരണം ഒരു പ്രീസ്റ്റിന് റിട്ടയർമെൻറ്റോ അവധിയോ പാടില്ല. അതെ, നിരന്തരം കഥാ പറഞ്ഞില്ലേ, അതെ നിരന്തരം എൻ്റെ പിതാവ് നിരന്തരം പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എങ്കിൽ അതെ വേറൊരു ക്രിസ്തുവായ വൈദികനും നിരന്തരം പ്രവർത്തിക്കണം, ഒരിക്കലും നിർത്താൻ പാടില്ല. പ്രാർത്ഥന, പരിത്യാഗം, വചനപ്രഘോഷണം, അതുപോലെ കൂരാശകൾ, ഇതെല്ലാം അതെ അവസാനം വരെ നിലനിർത്തിക്കൊണ്ട് പോകണം. അച്ഛാ, ഒരു കൗതുകരമായിട്ടുള്ള ചോദ്യം. അപ്പം അച്ഛൻ്റെ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തിൽ ഇതുവരെ കണ്ടതൊരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ, ഇനി ശരിക്കും ഇനി വലുതൊക്കെ ഇനി വരാൻ കിടക്കണുള്ളൂ അല്ലേ? ശരിക്കും അങ്ങനെ നമുക്ക് കണിച്ചുമായിട്ടും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നോക്കി പുറത്താൻ കണിച്ചുമായിട്ടും ഞാനൊരു പാപിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതെ, ഞാൻ ഈ ലോകത്തോട് വിടവാങ്ങിയാൽ ഞാൻ മരിക്കില്ലെന്ന് എനിക്കറിയാം. ക്രിസ്ത്യാനിക്ക് മരണമില്ല. യേശുവിൻ്റെ വചനത്തിലായിരിക്കുന്നവർക്കും യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്യുന്നവർക്കും ഒരിക്കലും മരണമില്ല. മരിക്കലെന്ന് കർത്താവ് പറഞ്ഞേ, കർത്താവിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൊച്ചു കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് നോക്കി പറയാം അത് മരിക്കുമെന്ന്. എന്നാൽ മാമോദിസ കഴിഞ്ഞാൽ പിന്നെ പറയത്തില്ല മരിക്കുകയില്ല. ഒരു ക്രിസ്ത്യാനി മരിക്കില്ല. ഹല്ലേലൂയ. ഇതെനിക്ക് നല്ല ആഴബോധ്യമാണ്. ഞാൻ മരിക്കുകയില്ല, ഈ നാട് നീങ്ങും എന്ന് ഇവിടെ പറയും. അത് കഴിഞ്ഞ് എനിക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണ സ്ഥലം ഉണ്ട്. ഞാൻ ആ ശുദ്ധീകരണ സ്ഥലത്തിൽ എൻ്റെ പ്രവർത്തനവുമുണ്ട്. ഞാൻ അതേപ്പറ്റി അടുത്തവരുടെ പുസ്തകം എഴുതി അറിയാമല്ലോ, ശുദ്ധീകരണാത്മാക്കളുടെ കൂടെ. പക്ഷേ പലർക്കും അറിയാൻ മേലാത്ത മേഖലകൾ അതിൽ വായിച്ചറിയുണ്ടായി. അത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ആത്മാവ്, എൻ്റെ കാവൽമാലഹ അല്ലെങ്കിൽ മാതാവ് ശുദ്ധീകരണത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, പാമോചനം കൊടുക്കുന്നുണ്ട്, ആത്മാക്കളെ രക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതോടൊപ്പം ഞാനും ഇനി മരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് വിടവാങ്ങിയാൽ നിശ്ചയമായിട്ടും ശുദ്ധീകരണ സ്ഥലത്തിൽ സഹിക്കണം. മാതാവ് അല്ലാതെ ആരും ശുദ്ധീകരണ സ്ഥലം കാണാതെ പോയിട്ടില്ല. അപ്പോൾ ആ സഹനത്തിന് ഞാൻ തയ്യാറാണ്. ഐ എം റെഡി. ഞാൻ പറയും എൻ്റെ ഈശോയെ അങ്ങേ വിളിച്ചുകൊണ്ടും ഈശോ മറിയ ഔസേപ്പേന്ന് വിളിച്ചെനിക്ക് മരിക്കണം. പക്ഷെ അതിനുശേഷം 7 സഹനത്തിന് എത്രകാലം, ആ 100 കണക്കിന് വർഷങ്ങൾ എന്നെ കിടത്തിയാലും ഞാൻ സന്തോഷമായിട്ട് അവിടെ കിടക്കും. ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാലും ഞാൻ പുഞ്ചിരിക്കും, ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. അതെ, ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ഞാൻ സന്തോഷിക്കും. അത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. ഞാൻ പറയാൻ പറ്റും, ഈ 50 കൊല്ലത്തെ വൈദിക ജീവിതകാലത്ത് ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായെങ്കിലും എൻ്റെ ഹൃദയത്തിലെ സമാധാനവും സന്തോഷവും ഒരുത്തനും എടുത്തു കളഞ്ഞിട്ടില്ല. ഇനി ഒട്ടും പറ്റുകയില്ല. അത് ഞാൻ എൻ്റെ പ്രൊവിൻഷ്യാലിറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പ്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റോമിൽ നിന്ന് തന്നെ പ്രൊഹിബിഷൻ വന്നപ്പോഴും ഞാൻ ദീപികാരൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥലത്തെ മ്യൂണിക്കിലെ ഒരു അസിസ്റ്റന്റ് ഓക്സിലറി ബിഷപ്പ് അവിടെ എന്നെ കാണാൻ വന്നു. അച്ഛന് വിഷമമില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് വേദനയുണ്ട്, അത് ഈശോയുടെ വേദനയോട് വെക്കുകയാണ്. പക്ഷെ നിരാശ ഇട്ടില്ല, ഞാൻ സന്തോഷിക്കുകയാണ്. ഐ റിജോയ്സ് ഇൻ ദ ലോർഡ്. ഇനി ഇതാണ് കർത്താവിൻ്റെ ഇഷ്ടം റോമിൽ നിന്ന് വരുന്നത്. ഞാൻ പ്രസംഗിക്കേണ്ടായെങ്കിൽ ഐ എം ഹാപ്പി, ഞാൻ അനുസരിക്കും. പക്ഷേ എൻ്റെ സന്തോഷം ഇവർക്ക് ആർക്കും എടുത്ത് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ്. ഇപ്പോഴും ഞാൻ സന്തോഷിക്കുന്നു. തീർച്ചയായും അച്ഛാ, വളരെയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു. വളരെയധികം, പ്രത്യേകിച്ച് അച്ഛൻ ഈ പ്രായത്തിലും അച്ഛൻ കാണിക്കുന്ന ദൈവരാജ്യത്തോട് കാണിക്കുന്ന, സുവിശേഷത്തോട് കാണിക്കുന്ന ഒരു തീഷ്ണത വളരെയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു ശരിക്കും. അച്ഛൻ ഇനിയും അപ്പൊ ഏകദേശം എനിക്ക് 103 രാജ്യങ്ങൾ ഇതുവരെ പോയിട്ടുണ്ട്. ഇനിയും പോവാത്ത രാജ്യങ്ങളിലേക്കും തുടർന്നുള്ള പോകുന്നുണ്ട്. ഓക്കെ. ഇനിയും പോവാത്ത രാജ്യങ്ങളിലേക്ക് ദൈവം അച്ഛനെ കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കൂടുതൽ തീഷ്ണതയോടെ
ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി യത്നിക്കുവാൻ അച്ഛനെ ദൈവം സഹായിക്കട്ടെ. ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേരുകയാണ് അച്ഛൻ. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു അച്ഛൻ. ഒത്തിരി സന്തോഷം ഇങ്ങനെ എൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പറയാനായിട്ട് ഷെക്കീന ടെലിവിഷൻ ഒരവസരം തന്നതിന്. എനിക്കറിയാം ലക്ഷോപലക്ഷം ജനങ്ങൾ ഇത് കാണാൻ പോകുന്നു. അതെ, എൻ്റെ പൗരോഹിത്യത്തെ പറ്റി അല്പമെങ്കിലും പറയാനുള്ള അവസരം തന്നതിൽ ഒരു ഭാവിയിൽ വേറെ അവസരം കിട്ടിയാൽ പൗരോഹിത്യത്തിൻ്റെ മഹിമയെപ്പറ്റി അത് ഞാൻ ഷെക്കീനയിൽ തന്നെ പറയാൻ തയ്യാറാണ്. ഞാൻ അതെ ഷെക്കീനയുടെ ഡയറക്ടറോടും ഇപ്പം ജോർജിയോടും അവിടെ എല്ലാവരും എൻ്റെ മക്കളാണ്. ഞാൻ മക്കളായിട്ടാണ് നിങ്ങളെല്ലാവരെയും കരുതുന്നത്. ഞാൻ അതെ നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാമെങ്കിലും സ്നേഹം അറിയിക്കുന്നു. അതെ, ഷെക്കീന ടെലിവിഷൻ്റെ വളർച്ചയിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം 10,000-കൾക്കും ലക്ഷങ്ങൾക്കും വചനം കിട്ടുവാനുള്ള അവസരം കർത്താവ് തന്നതാണ്. ഞാനും പല അവസരത്തിൽ അവിടെ വരാനും ധ്യാനങ്ങൾ നടത്താനും എനിക്ക് അവസരം തന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം മറ്റിടത്തൊക്കെ ഒരു പക്ഷേ 1000-10,000 ഒക്കെ വരുന്നു. ഇവിടെ നിന്ന് വെച്ചാൽ ലക്ഷങ്ങളാണ് കർത്താവിൻ്റെ വചനം കേൾക്കുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ പൗരോഹിത്യത്തെ പറ്റി അല്പമായിട്ട് ഞാൻ പറഞ്ഞോളൂ, മുഴുവൻ പറയാൻ അവസരം കിട്ടിയില്ല. എനിക്ക് ഒത്തിരി ഉണ്ട് പറയാനായിട്ടെങ്കിലും ഇത് പങ്കുവെക്കാൻ അവസരം തന്നതിന് ഷെക്കീന ടെലിവിഷന് നന്ദി. ഞാൻ ഷെക്കീന ഷീലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ എല്ലാവർക്കും വേണ്ടി ഞാൻ ആശീർവാദം തരാൻ കാരണമുള്ള കർത്താവേ, നന്ദിയും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു. കാരണമുള്ള കർത്താവേ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പങ്കുവെക്കാനുള്ള അവസരം ഷെക്കീന ടെലിവിഷൻ എനിക്ക് തന്നു. കർത്താവേ, അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ടെലിവിഷനെ അനുഗ്രഹിക്കണമേ. ഏറെ വിമർശനങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളും ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഷെക്കീനയിലെ ആളുകൾ ധൈര്യം മുന്നോട്ട് പോകുന്നു. ആ കൂടുതൽ വീര്യവും ധൈര്യവും കൊടുക്കണമേ. ഈശോനാഥ, ഞാൻ എൻ്റെ ആ ഒഴുക്കിനെതിരെയുള്ള നീന്തിനെ പറ്റി നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഇത് നിങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിലും ആയിരിക്കട്ടെ, ഷെക്കീനയുടെ ജീവിതത്തിലും ആയിരിക്കട്ടെ. ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ഈശോ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ ഈ ചെറിയ ശുശ്രൂഷ അഥവാ ഈ പങ്കുവെക്കൽ കേട്ടവർക്ക് നൽകണമേ. കർത്താവേ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് ആഴം സ്നേഹമാണ്. സ്നേഹത്തിലേക്ക് കടന്നു വന്ന് ഒന്നായി മുന്നോട്ട് പോകാൻ അങ്ങനെ ധാരാളം പേരെ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് അനയിക്കുവാൻ ഇടയാക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ ബന്ധുക്കളെയും എല്ലാം ഈശോയുടെ തിരുമാരുടത്തിൽ മാതാവിൻ്റെ വിമലഹൃദയത്തിലൂടെ ഔഷധപിതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ഞാൻ അർപ്പിച്ചുകൊണ്ട് എല്ലാ വൈദികരോടും ചേർന്ന് ലോകത്തുള്ള എല്ലാ വൈദികരോടും സ്വർഗത്തുള്ള വൈദികരോടും പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഈ ജൂബിലി വർഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും വിഷുകയും ചെയ്ത എല്ലാവരോടും ചേർന്നുകൊണ്ട് ഞാനിപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 താങ്ക് യു.